നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവിടെ ഞാനും ശ്യാമി ഇനി കാലുകുത്തില്ല. മറ്റേതെങ്കിലും ഹോട്ടലിലോ ഓഡിറ്റോറിയത്തിലോ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കാം. എങ്കിൽ ഞാനും ശ്യാമി ഉറപ്പായിട്ട് പങ്കെടുക്കാം. നമ്മുടെ വീട്ടിൽ വെച്ച് എന്റെ മക്കളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് ആ ആഘോഷം വേണമെന്ന എന്റെ ആഗ്രഹം. അന്ന് ആ വീട്ടിൽ വെഡിങ് ആനിവേഴ്സറിക്ക് വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം ഇതുവരെ ഞങ്ങൾ മറന്നിട്ടില്ല. ശരിയാ, അതെനിക്കറിയാം. എനിക്കതിൽ നല്ല വിഷമമുണ്ട്. ആ സമയത്ത് ഒരു സ്ട്രോങ് ആയ നിലപാട് ഞാനും എടുത്തില്ല. ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തിയതല്ല. അമ്മ അന്ന് കാണിച്ച ആ പെർഫോമൻസ് അത് സഹിക്കാവുന്നതിലപ്പുറം വെച്ചാ. അതുമാത്രമല്ല, മുൻപും ആ വീട്ടിൽ പല കാര്യങ്ങളും കണ്ടില്ല എന്നടിച്ച് ഞാൻ കണ്ണടച്ചിട്ടുണ്ട്. അതാരെയും ഭയന്നിട്ടൊന്നുമില്ല, കുടുംബത്തിന്റെ ഭദ്രത ഓർത്ത്. പണ്ടുള്ളവർ പറയാറില്ലേ, ഒരു കൈ കൊട്ടിയാൽ ശബ്ദം കേൾക്കില്ല, രണ്ട് കൈയും കൊട്ടിയാലേ ശബ്ദം കേൾക്കത്തുള്ളൂ എന്ന്. കുറച്ച് ക്ഷമിക്കാനും പൊറുക്കാനും ഞാൻ ശ്രമിച്ചു. പക്ഷേ ഇനിയത് പറ്റില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലായി തുടങ്ങി. അരുണിന്റെ അശ്വതിയുടെയും കാര്യം ഞാൻ അറിയാൻ വൈകി. നിങ്ങൾ രണ്ടാളും അത് അറിഞ്ഞിട്ട് പോലും എന്നിൽ നിന്ന് മറച്ചു വെച്ചു. അച്ഛാ, അത് വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ്. എന്നിട്ടോ ആദിത്യനും വസുവും കൂടി ആ പ്രശ്നം ഇത്രയും വഷളാക്കി. ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യുക? ഒരു വശത്ത് അശ്വതിയും അരുണിന്റെ കുഞ്ഞും, മറുവശത്തോ അവന്റെ ഭാര്യയായ ഐശ്വര്യയും. ഇപ്പൊ ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഇനി എന്തിന്റെ പേരിലായാലും ശരി, ഇങ്ങനെയുള്ള വസുവിന്റെ നിർബന്ധ ബുദ്ധിയൊന്നും ഞാൻ വകവച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. കുടുംബനാഥൻ എന്ന നിലയിൽ പ്രശ്നങ്ങൾ അപ്പം ഞാൻ പരിഹരിക്കും. ഇപ്പോ ഈ ബർത്ത്ഡേ പാർട്ടിക്കും നിങ്ങൾ എങ്ങനെയെങ്കിലും പങ്കെടുപ്പിക്കണമെന്ന് വസു തന്നെ എന്നോട് പറഞ്ഞത്. ഐശ്വര്യ നന്നായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഐശ്വര്യയും വസുവും ഒന്നിച്ച് നിർബന്ധിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും. അത് മനസ്സിലാക്കി തന്നെയാ ഞാൻ നിങ്ങളെ ഇവിടെ ഒന്ന് ക്ഷണിക്കുന്നത്. ഇനി അങ്ങനെ ശ്യാമയെ വിഷമിപ്പിക്കാൻ അവൾ എന്ത് തന്നെ പ്ലാൻ ചെയ്താലും ഞാൻ കണ്ടുപിടിക്കും. ഇനി ശ്യാമയ്ക്കും നിനക്കും നമ്മുടെ വീട്ടിൽ നിന്ന് അപമാനം സഹിച്ചിറങ്ങേണ്ടി വരില്ല. അത് ഞാൻ ഉറപ്പുവരുന്നു. പിന്നെ എനിക്ക് എന്റെ മക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷമായി അങ്ങനെ ഒരു ആഘോഷം മതി. എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നിങ്ങൾ രണ്ടാളും ഉണ്ടാവണം. അതാണ് എന്റെ അഖി ശ്യാമയും ഈ അച്ഛന് തരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്. അച്ഛാ, ഞങ്ങൾ വരാം. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. അച്ഛനെ വിഷമിപ്പിക്കരുത്. നമുക്ക് ഫംഗ്ഷന് പോവാം. സാരമില്ല, അമ്മ എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ. നമ്മുടെ അച്ഛന് വേണ്ടിയല്ലേ, ഞാൻ സഹിച്ചോളാം. നീ എന്റെ മരുമകളല്ല, മോളാണ്. എന്റെ സ്വന്തം മോള്. അച്ഛൻ സന്തോഷമായിട്ട് പോയിക്കോളൂ. ഞാനും ശ്യാമയും ഫംഗ്ഷൻ ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.